എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വിയറ്റ്നാമിലാണ്. വിയറ്റ്നാമിൽ ഡാനാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ശരിക്കും നമ്മൾ രാവിലെ ഇവിടെ എത്തി, ഷിപ്പ് രാവിലെ ഇവിടെ എത്തി. ഇപ്പം ഇവിടെ നമ്മൾ ടെർമിനലിന് പുറത്തേക്ക് വന്നു. അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് എൻ്റെ കൂടെ നമുക്കിവിടെ ഞാനിപ്പോൾ ഇവിടെ പോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പരിചയപ്പെട്ട ആൾ, അതായത് ടാക്സിക്ക് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്ത് പരിചയപ്പെട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്ത് നമ്മൾ ടാക്സി പിടിച്ച് പോകുന്നതാണ്. അപ്പം നമ്മുടെ ഇവിടെ കൂടെ വിയറ്റ്നാമുകാരനായിട്ടുള്ള ഒരാളുണ്ട്, ഡ്രൈവർ കൂടാതെ. പുള്ളിയാണ് എനിക്ക് ടാക്സി അറേഞ്ച് ചെയ്തതും കൂടെ വരുന്നതും. അപ്പോൾ ആളുടെ പേര്, വാട്ട് ഈസ് യുവർ നെയിം? Raymond. Raymond. My name is Raymond. Raymond. Okay. You are living in this city, right? Yeah, right. Okay. So he's a very good guy. Yeah. And പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ആദ്യം നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലേഡി ബുദ്ധ സ്റ്റാച്ചു കാണാൻ വേണ്ടിയാണ്. 67 മീറ്റർ ഉയരമുള്ള ഒരു സ്റ്റാച്ചു ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് കൂടെ കാണുന്നുണ്ട്. അത്രമാണെന്ന് നമുക്ക് കാണാൻ സമയമുള്ളൂ. നമ്മൾ അത് കാണാനാണ് പോകുന്നത്. പോയി നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മളിപ്പോൾ ഏകദേശം ഔട്ടർ സിറ്റിയിലേക്ക് വന്നു, ടാക്സി ടെർമിനലിന്റെ ഭാഗത്തു നിന്ന്. വിയറ്റ്നാം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നല്ല പച്ചപ്പും മനോഹാരിതയും ഒക്കെ ഉള്ളത്. അതൊരു പരിധിവരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു സിറ്റി ആണെങ്കിൽ പോലും ഇവിടുത്തെ കുന്നിൻ ചെരുവുകളൊക്കെ നമ്മളിവിടെ ഒന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല പച്ചപ്പും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ഇരുവശവും അവർ മരങ്ങളൊക്കെ വെച്ച് അതുമായിട്ട് അതിൻ്റെ ഒരു ആംബിയൻസ് അവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ടൂറിസ്റ്റിനെ വരവേൽക്കാൻ വേണ്ടി അവർ നല്ല ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഈ കുന്നിന് മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ടെമ്പിൾ നമുക്ക് കാണാം താഴെ നിന്ന്. ഇതാണ് ലേഡി ബുദ്ധയുടെ പ്ലേസ്. ഈ ടെമ്പിളും ചുറ്റുവട്ടങ്ങളും എല്ലാം നല്ല രീതിക്ക് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലേഡി ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ കോമ്പൗണ്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണാം കേട്ടോ, ഇതുണ്ടോ, ഇത് ഇവിടെ ഒരു പ്രത്യേക രീതിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് മരങ്ങളൊക്കെ വെച്ച്. അതായത് നല്ല തണൽ കിട്ടാൻ വേണ്ടി എല്ലായിടത്തും മരങ്ങൾ വെച്ച് അതിലൊക്കെ ചുറ്റു സൈഡൊക്കെ കെട്ടി മനോഹരമാക്കിയിട്ടുണ്ട്. ഇഷ്ടംപോലെ തണലുണ്ട്. നല്ല വെയിൽ ചൂടുള്ള സ്ഥലമാണ്, പക്ഷേ നല്ല തണലും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ വന്നേക്കുന്നത് ലേഡി ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ അടുത്താണ്. അതാണ്ട് അങ്ങോട്ട് ഫേസ് ചെയ്തിട്ടാണ്, കടലിന് സീ സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ സ്റ്റാച്ചു. അതുകൊണ്ട് ഈ സ്റ്റാച്ചുവിൻ്റെ പുറകിൽ ഈ ടെമ്പിളുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള നല്ല ചൈനീസ് വിയറ്റ്നാം സ്റ്റൈൽ. അതിൻ്റെ ടോപ്പിൽ റൂഫിൽ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്, ഡ്രാഗൺ. ഗാർഡൻ നല്ല അടിപൊളിയല്ലേ. അതായത് വളരെ മനോഹരമായിട്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ബോൺസായി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഏകദേശം ഫ്രണ്ട് സൈഡിലേക്ക് വന്നു. ഇപ്പം ഇതാണ് ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ സൈഡിൽ നിന്ന് തന്നെ താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഉള്ള കാഴ്ചയാണ് സീ സൈഡിലേക്കുള്ള കാഴ്ച. ഇനി അത് നേരെ തിരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നിൽ ബുദ്ധ സ്റ്റാച്ചു. അതുണ്ടോ, നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പം എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാം ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ വരുമ്പോഴുള്ളൊരു കാഴ്ച. നല്ല ഒരു താമരപ്പൂവിൽ നിൽക്കുന്നതായിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇവിടെ വന്ന ഓരോ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. മുമ്പിൽ നിന്ന് കുമ്പിട്ട് പ്രാർത്ഥനകളൊക്കെ നടത്തുന്നുണ്ട്. ഇനി നമുക്ക് അകത്ത് കയറാം, പക്ഷേ ഇവിടെ ഷൂസ് ഊരിടണമെന്നാണ്. ഷൂസൊക്കെ ഇവിടെ ഗോൾഡൻ കളറിലുള്ള ബുദ്ധയുടെ സ്റ്റാച്ചു ആണ് വെച്ചിരിക്കുന്നത്. ഇതുണ്ട്, അകത്ത് പൂക്കളൊക്കെ ചുറ്റും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അകത്ത് വളരെ സൈലൻ്റ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ അമ്പലങ്ങളിലും ദേവാലയങ്ങളിലൊക്കെ കയറുമ്പോൾ ഉള്ള ഒരു അന്തരീക്ഷം. ആൾക്കാരൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് പുറത്ത് ബോഗൺവില്ലയൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ പ്രധാന ടെമ്പിളിലേക്കാണ്. ഇതുണ്ടോ, അതായത് നമ്മൾ ചൈനീസ് എന്ന് കോമൺ ആയിട്ട് പറയുമെങ്കിലും വിയറ്റ്നാം, ഏഷ്യൻ കൺട്രീസിൽ പൊതുവെ കാണുന്ന ജപ്പാൻ, ഇങ്ങനെയുള്ള കൊറിയ, എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഒരു നിർമ്മാണ രീതിയിലുള്ളൊരു ടെമ്പിളാണ് ഇത്.
ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് നമ്മൾ വിയറ്റ്നാമിൻ്റെ ഒരു ബാംബു ഹാറ്റ് വാങ്ങിച്ചു കേട്ടോ. ഇവിടുത്തെ കൃഷിക്കാർ യൂസ് ചെയ്യുന്ന ഹാറ്റാണ് അത്. ശരിക്കും നമ്മൾ ജസ്റ്റ് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് ലഗേജ് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് എങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഡിസൈനൊക്കെ ചെയ്തിട്ട് $3 ആയിട്ടുള്ളൂ കേട്ടോ. This is the market. It's a market. Yeah. Local market. Okay. So we go there or we walk? Oh, we meet. Yeah. So നമ്മളങ്ങനെ ലോക്കൽ മാർക്കറ്റ് കാണാൻ വന്നിരിക്കുകയാണ്. ഇത് വലിയൊരു പ്ലേസ് ആണ് കേട്ടോ ഷോപ്പിങ്ങിന് പറ്റി. അതായത് നമുക്ക് നാട്ടിൽ കിട്ടാത്ത ഒത്തിരി ഐറ്റം സാധനങ്ങൾ ഇവിടെ കിട്ടും. ജുവലറീസ് മുതൽ സകല ഫുഡ് ഐറ്റംസ് സകല സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. വെറൈറ്റി സാധനങ്ങളാണ്. ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഈ ബിൽഡിംഗ് മൊത്തം നിറഞ്ഞ ഷോപ്പുകളാണ് കേട്ടോ. ഫുഡ് ഐറ്റംസ് തന്നെ ഉണ്ട് കേട്ടോ. ഒത്തിരി വെറൈറ്റി സാധനങ്ങളുണ്ട്. മാങ്ങയൊക്കെ ഉണങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോഫി എല്ലായിടത്തും കാണുന്നുണ്ട്. കോഫി, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ഇതെല്ലാ ഐറ്റംസും നമ്മൾ കാണാം. അപ്പോൾ ഈ സൈഡിൽ ഇത് ഫിഷ് മാർക്കറ്റാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കണ്ടോ ചൂരമീൻ, പലതരം മീനുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഷ്രിംപ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് കണവ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചെമ്മീനാണ് കേട്ടോ എല്ലായിടത്തും കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ മീൻ മാർക്കറ്റ് ആണെങ്കിലും മണമൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ സ്മെല്ലൊന്നും അടിക്കുന്നത് നല്ല ക്ലീനായിട്ടാണ്. ഓറഞ്ച് ഫ്രൂട്ട്സ്. ഇവിടെ ഇത് ഫ്രൂട്ട്സ് മാർക്കറ്റാണ്. കരിക്ക സാധനങ്ങളൊക്കെ ഉണ്ട്. മാംഗോ ഉണ്ട്. അതുപോലെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഈ സൈഡ് മൊത്തം ഇതുണ്ട്. ഇവിടെ ഒരു വന്നപ്പോൾ നമ്മൾ കണ്ട ചക്ക പഴം ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ $5 അവർ പറയുന്നത്. ഞാൻ എന്തായാലും ഒരു പാക്കറ്റ് എടുക്കാമെന്ന് വെച്ചു. ഓക്കെ, ഐ വിൽ ടേക്ക് ദിസ്. യാ coffee Vietnam. No, in India we have lots of coffee. Okay, I will give you 5. Yeah, right. It's okay. Cảm ơn anh. ആൻഡ് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഇവിടെ ഞാൻ പൈസ ചേഞ്ച് ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ യൂറോ ഇയാൾക്ക് പേ ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു. Mango. This is what? Mực anh. Seafood. Squid. Yeah. And what else? What is this? Lưu rau bò lên. This is meat? Beef. Okay. Yeah. Okay, thank you. Thank you. ഇവിടെ മാങ്ങ നല്ല ഇനം മാങ്ങയുണ്ട്. നല്ല മധുരമാണെന്നാണ് പറഞ്ഞത്. നോക്കാം നമുക്ക് ഇവിടെ. Cho mấy ký chị? 40 hả? Hai trái này bao nhiêu? How much? $1. One. ഓക്കെ, ഒരു മാങ്ങയ്ക്ക് $1 വെച്ചിട്ടാണ്. ഇവിടെ മുട്ട ഐറ്റംസ് സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. സോ $12. ഇനിയിപ്പോൾ നമ്മളിവിടെ പോകുന്നത് ശരിക്കും ഇവിടുത്തെ ഡ്രാഗൺ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ്. അതായത് വിയറ്റ്നാമിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജാണ്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഡ്രാഗൺ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ മുന്നേ കാണാം ഡ്രാഗൺ ബ്രിഡ്ജ്. അല്പം ദൂരെ നിന്നാണ് നമ്മൾ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മൊത്തം പിക്ചർ കിട്ടണമെങ്കിൽ ഇത് ഈ ഫോട്ടോ പോയിന്റ് വന്ന് തന്നെ നിൽക്കുന്നത് കാണാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ചെല്ലുന്തോറും നമുക്ക് ആ ഒരു വ്യൂ കിട്ടത്തില്ല. അപ്പോൾ ഈ കാണുന്നതാണ് ഡ്രാഗൺ ബ്രിഡ്ജ്. ഇതിനെ സിറ്റിയാണ്. ഇപ്പോൾ ഇങ്ങനെ സിറ്റി ഇങ്ങനെ ആ സൈഡിൽ അവിടെ വേറെ ബ്രിഡ്ജ് ഉണ്ട്. അത് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സിറ്റി, ഇപ്പുറത്തെ ഒരു സിറ്റിയുടെ ഭാഗം, അതായത് ഈ റിവർ സൈഡിലുള്ള സിറ്റിയുടെ ഭാഗം. അതാണ് ഇവിടുത്തെ കാഴ്ചകൾ.
സോ അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഡാനാങ് സിറ്റി കണ്ടു, അതുപോലെ തന്നെ ലേഡി ബുദ്ധ സ്റ്റാച്ചു കണ്ടു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഷിപ്പിലേക്ക് തിരിച്ചു പോവുകയാണ്. 2 മണിക്കൂറാണ് നമ്മളിവിടെ ടാക്സിക്കാരനോട് പറഞ്ഞിരുന്നത്. ഏകദേശം 1.5 മണിക്കൂർ 1.25 മണിക്കൂറോളം ആയി. ഇനി നമ്മൾ ഷിപ്പിലേക്ക് തിരിച്ചെത്താനുള്ള സമയം കൂടെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടൈം തീരുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു സ്ഥലം കൂടെ ഉണ്ട് നമുക്ക് വിയറ്റ്നാമിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ വില്ലേജ് കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചത്. പക്ഷേ അത് നടക്കത്തില്ല. ഈ സിറ്റിയിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വില്ലേജിലേക്ക് പോകണമെങ്കിൽ 40 കിലോമീറ്റർ വീണ്ടും ട്രാവൽ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ആ ഒരു ശ്രമം നമ്മൾ ഉപേക്ഷിച്ചു, സമയക്കുറവുള്ളതുകൊണ്ട്. പക്ഷേ പിന്നീട് നമുക്ക് ഏതെങ്കിലും ഒരു പോർട്ടിൽ, അതായത് അടുത്ത പോർട്ടിൽ പോകുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വില്ലേജിൽ, അതായത് ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വിയറ്റ്നാമിൽ നിന്ന് വോയേജർ ഓഫ് കേരളയുടെ ഗുഡ് ബൈ.